ഏറെ വൈകാരികമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. കാരണം അവർ അന്ത്യയാത്ര തുടങ്ങിയിരിക്കുന്നു. നേരെ പുത്തുമലയിലേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ആ പ്രദേശത്ത് ജീവിച്ചിരുന്നവരാണിവർ. അവരെയാണ് ഈ ദുരന്തം കവർന്നെടുത്തത്. അതിനുശേഷം അവർക്ക് ഇപ്പോൾ അന്ത്യവിശ്രമത്തിന് ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ സൗകര്യം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അവിടെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ആ ഒരു സ്ഥലത്ത് ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് ഈ മൃതദേഹങ്ങൾ വരിവരിയായി ആംബുലൻസുകളിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. അവിടേക്ക് ഏകദേശം ഒരു 15-20 മിനിറ്റോളം എടുക്കും. അവിടെ എത്തി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. നേരത്തെ നിശ്ചയിച്ച അല്ലെങ്കിൽ 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ തുടങ്ങും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഉള്ളുലയ്ക്കുന്ന സങ്കടക്കാഴ്ചകളാണ് തുടക്കം മുതൽ തന്നെ. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളാണിവ. 189 മൃതദേഹങ്ങളാകെ സംസ്കരിക്കേണ്ടതുണ്ട്. ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളായി തന്നെയാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം 8 മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു. അതേ സ്ഥലത്ത് തന്നെ ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കൂട്ട സംസ്കാര ചടങ്ങാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ദൂരസ്ഥലത്ത് സംസ്കാരം വേണ്ട, ഇവിടെ തൊട്ടടുത്ത് തന്നെ വേണമെന്ന ആവശ്യം പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ മുന്നോട്ട് വച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഘട്ടം ഘട്ടമായി ഇങ്ങനെ ആംബുലൻസുകളിൽ അവിടേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്പറുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം DNA പരിശോധനയും മറ്റു കാര്യങ്ങളുമൊക്കെ പൂർത്തിയാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു രാത്രി കൊണ്ടാണ് ഈ ഭൂപ്രദേശമാകെ ഇല്ലാതായി പോയത്. അതിനുശേഷം ഈ ഇത്രയധികം പേരെ കാണാതായി. ഇപ്പോഴും പലരെയും മണ്ണിനടിയിലാണ്. എന്തായാലും കിട്ടിയ മൃതദേഹങ്ങൾ അതിൽ തിരിച്ചറിയാൻ കഴിയാത്തവയാണ് സംസ്കരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒരു നാടിൻ്റെ തന്നെ പ്രാർത്ഥനയുമൊക്കെ ഏറ്റുവാങ്ങി അവർ മണ്ണിലേക്ക് മടങ്ങുകയാണ്. മണ്ണെടുത്തവർ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു കാഴ്ചയാണിത്. ഇന്നലെ തന്നെ വളരെ കലകളിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചു. അത്തരം കാര്യങ്ങളിലേക്ക് പോകുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ആംബുലൻസുകൾ. അവിടെ ഏകദേശം ഒരു 15-20 മിനിറ്റോടുകൂടി എത്തും. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ആ നിലയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. എസ് രാഗനാണ് വഴിയരികിൽ നിന്ന് മേപ്പാടിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ണൻ നായരാണ് ഹെൽത്ത് സെൻ്ററിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ സമീപത്ത് നിന്ന് MSA ഓഡിറ്റോറിയത്തിന് സമീപത്ത് ഓഡിറ്റോറിയത്തിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിൻ്റെയും വിവരങ്ങൾ നൽകിയത്. വിവിധ ഇടങ്ങളിലെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണാം. ദുരന്തത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നെടുവീർപ്പിടുകയായിരുന്നു. അതിനിടയിലാണിപ്പോൾ പേരും ഊരുമൊക്കെ നഷ്ടമായി, നമ്പറുകളായി അടയാളപ്പെടുത്തപ്പെട്ടവർ ആ നാടിൻ്റെയും അവിടുത്തെ ഉറ്റവരുടെയും ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്ന ആളുകൾ തിരിച്ചറിയപ്പെടാതെ ഇപ്പോൾ അന്ത്യയാത്രയ്ക്കായി മേപ്പാടിയിൽ നിന്ന് അവിടുത്തെ MSA ഓഡിറ്റോറിയത്തിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ 16 മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അത്യന്തം സങ്കടകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ വീണ്ടും കടന്നു പോവുകയാണ്. പുത്തുമലയിലേക്കാണ് ഈ വാഹനങ്ങൾ, ആംബുലൻസുകൾ പോകുന്നത്.